കായിക പ്രേമികൾക്ക് 2025 ഒരു അതിശയ വർഷമാണ്. കളിക്കളത്തിൽ പല താരങ്ങളുടെയും പല ടീമുകളുടെയും അവരുടെ ആരാധകരുടെയും കണ്ണുനീർ തുടച്ചു നീക്കിയ സന്തോഷവർഷം. കാത്തിരിപ്പുകൾക്ക് അവസാനം നൽകാനായി പിറന്ന വർഷം. ക്രിക്കറ്റിൽ ഇന്ത്യൻ വിമൻസ് ടീം, ദക്ഷിണാഫ്രിക്കൻ ടെസ്റ്റ് ടീം, RCB, വിരാട് കോഹ്ലി. ഫുട്ബോളിൽ PSG, ഹാരി കെയ്ൻ, ടോട്ടനം, ക്രിസ്റ്റൽ പാലസ്. അങ്ങനെ നീളുന്നു വിജയഭേരി മുഴക്കിയവരുടെ പട്ടിക. നവംബറിൽ ഇന്ത്യൻ പുരുഷന്മാരുടെ കണ്ണുനീർ വീണ ലോകകപ്പ് വേദിയിൽ 2 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ വനിതകൾ ഒരു പുതുചരിത്രം തന്നെ രചിച്ചു. ടൂർണമെന്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ഇന്ത്യൻ സംഘം 4ാം സ്ഥാനക്കാരായിട്ടായിരുന്നു ലോകകപ്പിന്റെ സെമിയിലേക്ക് പ്രവേശിച്ചത്. സെമിയിൽ കരുത്തരായ ഓസീസ് ആയിരുന്നു ഇന്ത്യയുടെ എതിരാളി. മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത 339 എന്ന ലക്ഷ്യം കങ്കാരുപട ഉയർത്തിയപ്പോൾ പലരും കരുതി ഇന്ത്യയുടെ സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചെന്ന്. എന്നാൽ കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ജമീമ റോഡ്രിഗസിന്റെ ഐക്കോണിക് സെഞ്ചുറിയുടെയും നായിക ഹർമൻപ്രീത് കൗറിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ഇന്ത്യ വിജയത്തിന്റെ ആനന്ദ നൃത്തമാടി. നവംബർ 2 അതേ വേദിയിൽ നടന്ന കലാശപ്പോരിൽ ദക്ഷിണാഫ്രിക്കൻ വനിതകളെ 52 റൺസിന് തകർത്തെറിഞ്ഞുകൊണ്ട് ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വനിതകൾ ലോകകപ്പിൽ മുത്തമിട്ടു. 1998 ശേഷം ദക്ഷിണാഫ്രിക്കൻ പുരുഷ ടീം ഒരു ICC ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് എത്തിയത് 2024 അന്ന് ആ T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് മുന്നിലാണ് അവരുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞത്. എന്നാൽ കൃത്യം 1 വർഷത്തിനു ശേഷം മറ്റൊരു ജൂണിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പതിഞ്ഞത് പ്രോട്ടീസിന്റെ കയ്യൊപ്പായിരുന്നു. ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായിരുന്ന ഓസ്ട്രേലിയയെ ലോർഡ്സിലെ പുൽമൈതാനത്ത് 5 വിക്കറ്റിന് മുട്ടുകൊത്തിച്ചുകൊണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്ക പുഞ്ചിരിച്ചത്. IPL കിരീടത്തിന്റെ പേരിൽ ഏറെ പരിഹസിക്കപ്പെട്ട ഇന്ത്യൻ മുൻ നായകൻ വിരാട് കോഹ്ലിയുടെയും RCBയുടെയും ആനന്ദ കണ്ണീർ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വീണത് ഈ വർഷം ജൂൺ 3 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെയും വിരാട് കോഹ്ലിയുടെയും RCB ആരാധകരുടെയും നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിനായിരുന്നു അന്നവിടെ വിരാമമായത്. വിരാട് കോഹ്ലി എന്ന മനുഷ്യൻ ആ കിരീടം അർഹിച്ചിരുന്നു. അയാളെ വിമർശിച്ചിരുന്നവർ പോലും ആഗ്രഹിച്ചിരുന്നൊരു നിമിഷമായിരുന്നു അത്. ഫുട്ബോൾ മൈതാനങ്ങളിലും ഇക്കൊല്ലം ആനന്ദത്തിന്റെ പുഞ്ചിരിയും മാർപ്പുവിളികളും അലയടിച്ചു. കരബാവോ കപ്പ് നേടിക്കൊണ്ട ന്യൂകാസിൽ യുണൈറ്റഡും FA കപ്പിൽ ക്രിസ്റ്റൽ പാലസും യൂറോപ്പ ലീഗിൽ ടോട്ടനാമും ചാമ്പ്യൻസ് ലീഗിൽ PSG കാത്തിരിപ്പുകൾ ഓരോന്നോരോന്നായി അവസാനിപ്പിച്ചു. KNVB കപ്പ് നേടിക്കൊണ്ട 93 വർഷത്തെ കിരീടവളർച്ചയെ അവസാനിപ്പിച്ച ഡച്ച് ക്ലബ്ബ് ഗോ അഹെഡ് ഈഗിൾസും കോപ്പ ഇറ്റാലിയ കിരീടം ചൂടി 53 വർഷം നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച ബൊലോഗ്ന FCയും ആരാധകർ വിസ്മയിപ്പിച്ചു. ഇംഗ്ലീഷ് ഫുട്ബോളർ ഹാരി കെയ്ൻ തന്റെ കരിയറിൽ ആദ്യമായൊരു മേജർ ട്രോഫി സ്വന്തമാക്കിയതും നമ്മൾ കണ്ടു. ജർമ്മൻ ഫുട്ബോൾ ലീഗായ ബുണ്ടസ് ലീഗയിൽ ബയേൺ മ്യൂണിക്കിനൊപ്പമായിരുന്നു കെയ്ൻ കന്നിക്കിരീടം ഉയർത്തിയത്. ഫോർമുല 1 ട്രാക്കിൽ തുടർച്ചയായ 5ാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ മാക്സ് വെസ്റ്റപ്പന്റെ സ്വപ്നങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറിയതാകട്ടെ 26-കാരൻ ലാൻഡോ നോറിസ്. തന്റെ കന്നിക്കിരീടത്തിലൂടെ മെക്ലാരന്റെ 17 വർഷം നീണ്ട കാത്തിരിപ്പിനായിരുന്നു നോറിസ് അന്ത്യം കുറിച്ചത്. ഒക്ലഹോമ സിറ്റി തണ്ടർ 46 വർഷത്തിനു ശേഷം NBA ചാമ്പ്യന്മാരായതും ബിഗ് ബാഷ് ലീഗിൽ ഹോബർട്ട് ഹറിക്കെയിൻസിന്റെ പുരുഷ വനിതാ ടീമുകൾ കന്നിക്കിരീടം ചൂടിയതും ഇതേ വർഷം തന്നെ. അങ്ങനെ കിരീടമില്ലാത്തവർ കിരീടം വെച്ച, കാത്തിരിപ്പുകൾക്ക് അറുതിയായ, കണ്ണുനീരുകൾ പുഞ്ചിരികളായ വർഷം. നന്ദി 2025 മനോഹരമായ ഒരു കായിക വർഷം നൽകിയതിന്.